ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ഉടനെ സംസാരിച്ച വാക്കുകൾ ഖുർആനിലുണ്ട്. ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹിന്റെ ദാസനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്നാണ്. ഖുർആനിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. സൂറത്തു അൽ കഹ്ഫിൽ കാണാം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്ന് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 23-ാമത്തെ ആയത്തിൽ കാണാം വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അബ്ദിന നമ്മുടെ ദാസൻ എന്ന് പ്രത്യേകമായി നബി എന്ത് ചെയ്യുന്നു? ചേർത്ത് പറയുന്നു. അതുപോലെ തന്നെ അബ്ദൻ ഇദാ സല്ലാ, ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞു അബ്ദഹു സക്കരിയ. ദാവൂദ് അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞു അബ്ദൻ ഷക്കൂറ എന്ന് പറഞ്ഞു. നബിമാരൊക്കാരാണ്? മലക്കുകളെ പറ്റി ഇബാദ് എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞു. എന്നവര് പറഞ്ഞെന്താ വെച്ചാല് ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ അബ്ദില്ല. പിന്നെ ആരാണ്? റഹീമും റഹ്മാനും മലിക്കും ഖുദ്ദൂസും സലാമും മുഅ്മിനും മുഹൈമിനും അസീസും ജബ്ബാറൊക്കാരാണ്? ഔലിയാക്കളാണ് എന്നാണ് പറയുന്നത്. അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യാം. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മു അച്ചൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാമ്, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെ കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുറിയ, അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ? ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാന് എന്നേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് വേണ്ട.